ലോകം കാത്തിരിക്കുന്ന ഇനിയും അവതരിച്ചിട്ടില്ലെന്ന് കരുതപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പലതാണ്. ലോകം തിന്മകളാൽ മലീമസമാക്കപ്പെട്ടപ്പോഴെല്ലാം പല രൂപങ്ങളിൽ വിഷ്ണു ഈ ലോകത്ത് അവതരിച്ചിട്ടുണ്ട്. ദുഷ്ടശക്തികളിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിച്ച് ലോകക്രമവും സമാധാനവും പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഓരോ അവതാരത്തിന്റെയും ലക്ഷ്യം. ഇതേ ലക്ഷ്യവുമായി കലിയുഗത്തിന്റെ അവസാനം കൽക്കി വന്നെത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ അതെന്നാണ് എന്ന് ആർക്കും അറിയില്ല. കൽക്കി ഈ ലോകത്ത് അവതരിച്ചു കഴിഞ്ഞുവെന്നും അദൃശ്യ രൂപത്തിലോ മനുഷ്യരൂപത്തിലോ നമുക്കിടയിൽ ഉണ്ടെന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? കൽക്കിയെ കുറിച്ച് ഇതുവരെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നന്മയ്ക്ക് മേൽ തിന്മയുടെ ആധിപത്യം ഉണ്ടാകുമ്പോഴെല്ലാം വിഷ്ണു ഈ ലോകത്ത് അവതരിക്കുമെന്നും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുമെന്നുമാണ് വിശ്വാസം. ഹിന്ദു വിശ്വാസവും തത്വശാസ്ത്രവും അനുസരിച്ച് 10 അവതാരങ്ങളാണ് വിഷ്ണുവിനുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ദശാവതാരമാണ് ലോകം കാത്തിരിക്കുന്ന കൽക്കി അവതാരം. കലിയുഗത്തിന്റെ അവസാനത്തിലും സത്യയുഗത്തിന്റെ തുടക്കത്തിലുമായിട്ടാണ് കൽക്കി അവതരിക്കുകയെന്ന് ഭാഗവതത്തിൽ പറയുന്നു. കലിയുഗത്തിൽ തിന്മയിൽ ലോകം അശുദ്ധമാകുമ്പോൾ മനുഷ്യരാശിയെ രക്ഷിക്കാനും പുതിയ സത്യയുഗത്തിന്റെ തുടക്കമിടാനും മനുഷ്യരൂപത്തിൽ കൽക്കി ഭഗവാൻ അവതരിക്കുമെന്നാണ് വിശ്വാസം. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് പ്രധാനമായും 4 യുഗങ്ങളാണുള്ളത്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ദശാവതാരങ്ങളിൽ സത്യയുഗത്തിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നീ അവതാരങ്ങൾ ഉണ്ടായി. ത്രേതായുഗത്തിലാണ് വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ എന്നീ അവതാരങ്ങൾ മനുഷ്യരൂപത്തിൽ അവതരിച്ചത്. ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിച്ചത്. ബുദ്ധനും ഇനി അവതരിക്കുമെന്ന് കരുതുന്ന കൽക്കിയും ആണ് കലിയുഗത്തിലെ വിഷ്ണു അവതാരങ്ങൾ. കലിയുഗം തിന്മ കൊണ്ട് ദുസ്സഹമാകുമ്പോഴാണ് കൽക്കി ഭഗവാൻ അവതരിക്കുക എന്നാണ് വിശ്വാസം അനുസരിച്ച് ഇപ്പോൾ ലോകത്ത് കലിയുഗമാണ്. മുൻകാല കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങളാണ് കലിയുഗത്തിൽ മനുഷ്യന് ലഭിക്കുക. വേദ ജ്യോതിഷം അനുസരിച്ച് ശനിയാണ് കർമ്മഫലദാതാവ്. മുൻ ജന്മങ്ങളിലെ കർമ്മഫലം അനുസരിച്ച് ഈ ജന്മങ്ങളിൽ ശനി ജീവിതത്തിൽ വെല്ലുവിളികളും നല്ല ഫലങ്ങളും നൽകുമെന്നാണ് വിശ്വാസം. ശനി പ്രതികൂല സ്ഥാനത്താണെങ്കിൽ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകും. കൽക്കിൻ, കാർക്കി എന്നീ പേരുകളിലും പുരാണങ്ങളിൽ കൽക്കിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കലിയുഗത്തെ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും സത്യയുഗത്തിന് തുടക്കമിടുക എന്നതും കൽക്കിയുടെ അവതാര ലക്ഷ്യമാണ്. അധർമ്മങ്ങളെ ഇല്ലാതാക്കി പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുന്നതും കൽക്കി ആയിരിക്കും. പക്ഷേ കൽക്കിയുടെ അവതാരം സംബന്ധിച്ച് വിവിധ പുരാണങ്ങളിൽ പല രീതിയിലുള്ള പ്രവചനങ്ങളാണ് കാണുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ ഒരു അദൃശ്യ ശക്തിയായി കൽക്കി തിന്മകൾക്കെതിരെ പോരാടുമെന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലതിൽ കൽക്കി മനുഷ്യരൂപത്തിൽ തന്നെ അവതരിക്കുമെന്നാണ് പറയുന്നത്. ഒരു സേനയുടെ തലവനായിരിക്കും കൽക്കി എന്നും അങ്ങനെ അധർമ്മത്തിനെതിരെ പോരാടുമെന്നും ചില പുരാണ ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. ഒരു യോദ്ധാവിന്റെ രൂപത്തിലാണ് പുരാണങ്ങളിൽ കൽക്കിയെ ചിത്രീകരിക്കുന്നത്. ദേവദത്തൻ എന്ന കുതിരയുടെ പുറത്ത് കയ്യിൽ വാളേന്തി മുന്നേറുന്ന കൽക്കി രൂപമാണ് പൊതുവെ പുരാണങ്ങളിൽ ഉള്ളത്. കൽക്കി വിഗ്രഹങ്ങളും ഇത്തരത്തിൽ തന്നെയാണ്. കൽക്കിയെ പൂജിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട്. കറുപ്പ് സ്വാമി എന്ന് അറിയപ്പെടുന്ന മൂർത്തി കൽക്കി തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. കൽക്കിയെ ആരാധിച്ചാൽ കലിയുഗത്തിൽ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും വരുമെന്നാണ് വിശ്വാസം. എല്ലാ ദുരിതങ്ങളും ദുഷ്ടശക്തികളുടെ ആക്രമണവും ഒഴിയാനും കൽക്കി ആരാധന സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. വിശ്വാസം അനുസരിച്ച് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠി ദിനത്തിലായിരിക്കും 10ാമത്തെ അവതാരമായി വിഷ്ണു ഭൂമിയിൽ ജനിക്കുക. ചില ഹിന്ദു പുരാണങ്ങളിൽ കൃഷ്ണൻ ജനിച്ച് 21 പക്ഷങ്ങൾക്ക് ശേഷം കൽക്കി അവതരിക്കുമെന്ന് പറയുന്നു. എന്നാൽ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ മാർഗശീർഷ മാസത്തിലെ കൃഷ്ണ അഷ്ടമിക്കായിരിക്കും കൽക്കി ജനിക്കുക എന്നും പറയപ്പെടുന്നു. ഈ അറിവ് പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടവയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.